ഇന്ന് നമ്മുടെ ഈ ഒരു മോർണിംഗ് മീറ്റിംഗ് നമ്മൾക്ക് തരുന്നത് നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്ന നമ്മുടെ കമ്പനി സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിയുടെ MD രാമചന്ദ്രൻ സാറാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. 36 വർഷത്തിന് മുകളിൽ IT എക്സ്പീരിയൻസ് ഉള്ള ആണ് അദ്ദേഹം. ഇന്റഗ്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ കമ്പനി ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഈ കമ്പനി നമ്മളിലേക്ക് തന്ന ഈ ഒരു ബിസിനസ് എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും ഏത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ പ്രോഗ്രാം കേൾക്കണം. കാരണം എന്നാലാണ് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മുടെ ഈ കമ്പനിയുടെ MD രാമചന്ദ്രൻ സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്യാം മൈക്ക്. ഗുഡ് മോർണിംഗ്. Good morning, sir. ഇപ്പൊ നമ്മള് റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണല്ലോ നമ്മുടെ സേവ് ആപ്പിന്റെ 6 മണിയുടെ മീറ്റിംഗ്. അപ്പൊ ഇതിലും പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ഗസ്റ്റുകളെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അവരുടെ ഗസ്റ്റുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇത് 100% ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് നമ്മുടെ ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ 2 പേരോ 4 പേരോ 10 പേരോ അടങ്ങുന്ന ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. എല്ലാവർക്കും അറിയാം, ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്, ഒരു ഡ്യൂപ്ലിക്കേറ്റിംഗ് ബിസിനസ് ആണ്. നമ്മൾ എത്ര പേരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, എത്ര പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്നു, അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ എല്ലാ മീറ്റിംഗിലും നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് ഉണ്ടോ എന്ന് വിചാരിക്കുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോ, നമ്മുടെ ഗസ്റ്റുകൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. നമ്മളൊരു ജസ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരിക മാത്രമല്ല, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ അതിന്റെ ഡിജിറ്റൽ പ്രോഗ്രാമുകളും ഫിസിക്കൽ പ്രോഗ്രാമുകളും ഒക്കെ നമ്മൾ ഇതില് ഈ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അവൈൽ ചെയ്യാം, അതൊക്കെ നമ്മൾ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സേവ് ആപ്പ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. എന്താണ് സേവ് ആപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ എല്ലാവരും ബിസിനസ് അറിയാൻ വേണ്ടി വന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഇവിടെ നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്തെല്ലാം വേണം? നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് വേണം. ആ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആയിരിക്കണം. അത് ആൾക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ടാവണം. എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാവണം. നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം എന്താണ്? കാരണം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്, വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെ വരുമാനം, എത്ര വരുമാനം, എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള ഒരു ഐഡിയയും കൂടി നമുക്ക് ഉണ്ടാവണം. ഇത് മൂന്നും കൂടി ആവുമ്പോഴാണ് നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഏറ്റെടുക്കുക. അതിന് പുറമെ ഈ ഓപ്പർച്യൂണിറ്റി നമുക്കിലേക്ക് എത്തിക്കുന്ന കമ്പനി ഏതാണ്, ഈ കാര്യം കൂടി നമുക്ക് അറിയണം. അപ്പൊ നമുക്ക് കമ്പനി അറിയണം, പ്രോഡക്റ്റ് അറിയണം, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ്, അതിന് കേപ്പബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ടോ. അങ്ങനെ നമ്മളൊരു മാർക്കറ്റിംഗ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കമ്പനിയാണ്. ഈ മീറ്റിങ്ങിലും അത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം.
നമുക്ക് ഇതിന്ന് എത്ര രൂപ വരുമാനം ഉണ്ടാക്കാം, എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം, എപ്പോഴൊക്കെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതിന് 2 സെഷൻ ഉണ്ട്. ഫസ്റ്റ് ഈ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ഈ കമ്പനിയുടെ പ്രൊഫൈൽ എന്താ നോക്കാം. കമ്പനി എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. 98 സ്റ്റാർട്ട് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഒരു MLM ബിസിനസ്സിലേക്ക് വന്നിട്ട് 1-2-3 വർഷമായിട്ടുള്ളൂ. ഈ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ്, ഒരു മെയിൻ പ്രൊഡക്റ്റ് എന്നുള്ളത് ഇന്റഗ്ര എന്നുള്ളൊരു ERP സൊല്യൂഷൻ ആണ്. അതൊരു ബിസിനസ് ആപ്ലിക്കേഷൻ ആണ്. കമ്പനികൾക്കും മറ്റുള്ള ഫേമുകൾക്കൊക്കെ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണ്. അതാണ് കമ്പനി 98 മുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് സർവീസ് കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ്. നമ്മൾ 2001 ലാസ്റ്റില് നമ്മൾ സേവ് ആപ്പ് എന്നുള്ള ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, ഒരു ഇന്റഗ്രേറ്റഡ് പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളത് നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. 2024 അതിൽ ഒരു അഡീഷണൽ പ്ലാറ്റ്ഫോം നമ്മൾ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ റീചാർജിന്റെ ഒക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 2025 നമ്മൾ പ്രോ എന്ന് പറയുന്ന സേവ് ആപ്പിന്റെ വേറൊരു വേർഷൻ, അതുപോലെ ഡീലക്സ് എന്ന് പറയുന്ന വേറൊരു വേർഷൻ, 2 വേർഷനും കൂടി ആഡ് ചെയ്തു. ഇപ്പൊ നമുക്ക് സേവ് ആപ്പിന് 3 വേർഷൻ അവൈലബിൾ ആണ്. 2025 നമ്മൾ സേവ് കാർട്ട് എന്നുള്ള ഒരു ഇ-കോമേഴ്സ് ആപ്പും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഗ്രാജുവലി നമ്മൾ മനസ്സിലാക്കിയ കാണാം, ഇതൊരു നെറ്റ്വർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്ന കമ്പനിയല്ല. 98 മുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലുണ്ട്. അവരൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തപ്പോൾ അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളത് ഒരു നെറ്റ്വർക്ക് സിസ്റ്റമായി മാറി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ആപ്ലിക്കേഷന്റെ ഉദ്ദേശം? നമ്മളൊരു പ്രൊഡക്റ്റിന് എപ്പോഴും ഒരു എയിം ഉണ്ടാവുമല്ലോ. എന്താണ് പ്രൊഡക്റ്റിന്റെ എയിം, അതിന്റെ യൂട്ടിലിറ്റി എന്താണ്? ഓക്കെ, അപ്പൊ ഇത് ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ വളരെ അത്യാവശ്യമുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനും, നമുക്ക് വേണ്ട അസറ്റുകൾ അക്യൂമുലേറ്റ് ചെയ്യാനും, നമ്മുടെ ലയബിലിറ്റി കുറയ്ക്കാനും, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും, നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതെല്ലാ വ്യക്തികൾക്കും വേണം. ഇപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് ആപ്ലിക്കേഷൻ ആവശ്യമാണ്. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ ഉദ്ദേശം തന്നെ ഹെൽപ്പ് അവർ കസ്റ്റമേഴ്സ് ടു അച്ചീവ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുക, അതിനുവേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്ന, യൂസ് ചെയ്യുന്ന എല്ലാവരും കമ്പനിയെ സംബന്ധിച്ച് കസ്റ്റമറാണ്. അപ്പൊ അത്തരം കസ്റ്റമറെ അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യാം. അത് എങ്ങനെയാണ്? 2 തരത്തിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ഒന്ന്, നമുക്ക് അത് യൂസ് ചെയ്യാം. നമ്മളത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ ആദ്യ ചുവട് എന്നുള്ളത്, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ഈ ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അസറ്റുകൾ ഇംപ്രൂവ് ചെയ്യാനും ലയബിലിറ്റി കുറയ്ക്കാനും എല്ലാം ഇതിന് ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു സേവിങ് മെന്റാലിറ്റി ഉണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ കുറയ്ക്കണം, നമ്മുടെ ചെലവുകൾ കുറയ്ക്കണം, നമ്മുടെ വരുമാനം കൂട്ടണം. അതുപോലെ തന്നെ നമുക്ക് വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ച് ബാക്കി സേവ് ചെയ്യാനും പറ്റണം, ഡെയിലി സേവ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വേണ്ടാത്ത ആരും ഈ ടീമിലില്ലല്ലോ, ഈ മീറ്റിംഗിലില്ല. ഇതിൽ 172 പേര് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ യൂസേജ് ഉണ്ട്. ഇനി നിങ്ങളുടെ മുന്നിൽ കാണുന്ന എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ വേണം. കാരണം എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവർക്കും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം, എല്ലാവരുടെയും പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിനൊപ്പം തന്നെ പ്രൊവൈഡ് അൺലിമിറ്റഡ് ഇൻകം ഓപ്പർച്യൂണിറ്റി.
നമുക്കിത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര രൂപ വേണമെങ്കിൽ വരുമാനം ഉണ്ടാക്കാം. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവണം, സേവിങ് മെന്റാലിറ്റി ഉണ്ടാവണം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം കൂടി ഉണ്ടാവണം. അപ്പൊ ഈ വരുമാനം കൂടി തേടി തരുന്ന ഒരു കമ്പനിയാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതൊരു MLM സിസ്റ്റം ആവുമ്പോൾ എന്താണ്, നമുക്ക് അൺലിമിറ്റഡ് വരുമാനത്തിലേക്ക് പോകും. കാരണം 1-to-1 സെയിൽ മാത്രമല്ല, ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് അൺലിമിറ്റഡ് വരുമാനം ഇതിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിൽ നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, നമ്മൾ അതിന്റെ യൂസർ ആവുക, രണ്ട്, നമ്മൾ അതിന്റെ പ്രൊമോട്ടർ ആവുക. ഈ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും മാർക്കറ്റും നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ ബിസിനസ് മോഡല്? ഇതൊരു MLM സിസ്റ്റമാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ അറിയാലോ, അതൊരു ഡ്യൂപ്ലിക്കേഷൻ ആണ്. നമ്മൾ മാക്സിമം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക, അവരും ഈ ബിസിനസ് ഏറ്റെടുക്കുക, അവരും ഈ പ്രൊഡക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ കസ്റ്റമർ ബേസ്, ഏതൊരു ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് വേണം. ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്, വേൾഡ് വൈഡ് മാർക്കറ്റ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റ് നമ്മുടെ മുന്നിലുണ്ട്. ഇത് നമ്മൾ 2 പേർക്കോ 4 പേർക്കോ 10 പേർക്കോ നമുക്ക് കൊടുക്കാം. ഇവിടെ യാതൊരു ലിമിറ്റേഷനും ഇല്ല. എത്ര പേർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സെയിൽ ചെയ്യാം. അവരിൽ നിന്ന് ആരംഭിക്കുന്ന കസ്റ്റമർ ബേസ്, അതാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇത് ഇൻകം ജനറേറ്റ് ചെയ്യും, എത്ര രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡുകളിൽ കാണാൻ പറ്റും. അപ്പൊ ഈ ബിസിനസ് 1 മിനിറ്റ്. ആ കൊന്നു കിട്ടുക ഞാൻ അതൊന്നും വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ബിസിനസ്സിൽ എങ്ങനെയൊക്കെ നമുക്ക് വരുമാനം നേടിയെടുക്കാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. അപ്പൊ ഇവിടെ നോക്കൂ, കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നമ്മൾ ഇത് 2 പേർക്കോ 4 പേർക്കോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ഈ സ്ട്രക്ചർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും തോറും നമ്മുടെ വരുമാന സാധ്യതകൾ കൂടി വരുന്ന ഒരു ഇൻകം പ്ലാൻ ആണ്. ഇവിടെ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ഇതിന്റെ ഒരു കസ്റ്റമർ ആവണം. ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കണം. നമ്മുടെ ഇവിടെ 3 പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. സേവ് ആപ്പിന്റെ 3 വേർഷൻ അപ്ലിക്കേഷൻസ്. ഇതിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ് പ്രോ. സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ട്രാക്കർ ആണ്. നമ്മുടെ വരുമാനം എൻട്രി ചെയ്യാനും നമുക്ക് ചെലവുകൾ കൺട്രോൾ ചെയ്യാനും ചെലവുകൾ മോണിറ്റർ ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ സേവ് ആപ്പ് പോപ്പുലർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അതൊരു ഹയർ വേർഷൻ ആണ്, ഒരു ഫുള്ളി പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. ഒരു 15ഓളം ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ. ഇതിന്റെ ഇപ്പോൾ ഒരു സേവ് ആപ്പ് ഡീലക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ 3 ആപ്ലിക്കേഷൻ, അത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. അതിന് 3 ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ കസ്റ്റമർ ആവുക. കസ്റ്റമർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂണിക് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ആ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ കസ്റ്റമർ ബേസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ കസ്റ്റമർ ബേസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട സ്ലൈഡ് പ്രകാരം
നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റ് ആണ് ഇതിൽ. ഇത് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ളത് സേവ് പ്രോ. ഈ സേവ് പ്രോ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട്, ഒരു ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട്. സേവ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം? സേവ് പ്രോ അതൊരു ബേസ് വേർഷൻ ആണ്, എക്സ്പെൻസ് ട്രാക്കർ ആണ്. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1000 പ്ലസ് GST ആണ് വരുന്നത്. അതൊരു റീസെല്ലർ മോഡലാണ്. നമുക്ക് അതിന്റെ ലൈസൻസുകൾ പർച്ചേസ് ചെയ്യാം, എത്ര ലൈസൻസ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈം പർച്ചേസ് ചെയ്യാനും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ അതിന്റെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് സെയിൽ ചെയ്യാം. അപ്പൊ ഒരു പർച്ചേസും സെയിലും അവിടെ വന്നു. നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് റീറ്റെയിൽ മാർജിൻ കിട്ടും. ഇതിന്റെ MRP എന്നുള്ളത് 2000 രൂപയാണ്. ഇതിന്റെ പർച്ചേസ് കോസ്റ്റ് നമുക്ക് വരുന്നത് 1000 പ്ലസ് GST 1150 ആണ്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 820 രൂപ വരെ നമുക്ക് അതിന് റീറ്റെയിൽ മാർജിൻ ഉണ്ടാക്കാം. അതാണ് അതിന്റെ ഒരു റീസെല്ലർ മാർജിൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് നെറ്റ്വർക്ക് ഇൻകം ആണ്. കാരണം ഇതൊരു നെറ്റ്വർക്ക് മോഡലാണ്. നമ്മൾ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നു. ആ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഇൻകം എന്താണ്? ഇത് നമുക്കൊരു നെറ്റ്വർക്ക് ഇൻകം ആണ്. ഇതിൽ രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് ഇൻകം നമുക്ക് കാണാം. ഒന്ന് നമുക്ക് റെഫറൽ ഇൻകം. നമ്മൾ റെഫർ ചെയ്ത ആൾക്കാർ സേവ് പ്രോ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം അത് 100 രൂപയാണ്. അവര് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ കിട്ടി. അവർ 10 പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 × 10. ഒരു റീസെല്ലറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമുക്ക് അതിന് 10 രൂപ ലാഭം ഉണ്ടാവും. അല്ല, 10 രൂപയല്ല, 100 രൂപ റഫറൽ ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു 10 റീസെല്ലറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10 റീസെല്ലറും എപ്പോഴൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു വിൽക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് അതിന്റെ റെഫറൽ ബോണസ് കിട്ടും. ഇതാണ് ഒരു നെറ്റ്വർക്ക് ഇൻകത്തിന്റെ ഒരു ബേസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് അതിന്റെ ലെവലിംഗ് ആണ്. നമ്മൾ ഈ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ 100 രൂപ ലെവൽ ഇൻകത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് 20 ലെവലിൽ നിന്ന് 3% വരെ നമുക്ക് കിട്ടും. അപ്പൊ 10 രൂപ ഒരു 10 പ്രൊഡക്റ്റ് വാങ്ങിച്ചു വിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ 3% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 രൂപ നമുക്ക് ലെവൽ ഇൻകത്തിന് കിട്ടും. അതൊരു 20 ലെവലിൽ നിന്ന്. അതൊരു അൺലിമിറ്റഡ് ഇൻകം ആണ്. നമ്മൾ 10 പേർക്ക് കൊടുത്തു, അല്ലെങ്കിൽ 4 പേർക്ക് കൊടുത്തു, അവര് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അങ്ങനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അങ്ങനെ 20 ലെവലിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇത് വലിയൊരു കമ്മ്യൂണിറ്റി ആവും. ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് 3% നമുക്ക് അവൈൽ ചെയ്യാം. ഈ 3% ഇതിൽ നിന്ന് മാത്രമല്ല, സേഫ് കാർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, ഇ-കൊമേഴ്സ് ഉണ്ട്. അതൊന്ന് എന്തൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ 3% എലിജിബിൾ ആണ്. അപ്പൊ ഇത് ഒരു നെറ്റ്വർക്കിംഗ് ആയി. അപ്പൊ റീറ്റെയിൽ മാർജിൻ ഉണ്ട്, ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ട്. ഇതിന് മൂന്നാമത്തെ ഇൻകാണ് ഇതിന്റെ ഒരു ഓട്ടോപൂൾ ഇൻകാണ്. കമ്പനി ഇതില് ഒരു സീനിയോറിറ്റി ബേസ്ഡ്, ഒരു ടേൺ ഓവർ ബേസ്ഡ് ഇൻകം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. സേവ് പ്രോ മാർക്കറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഇൻകം എന്നുള്ളത് ഒരു സീനിയോറിറ്റി ബേസ്ഡ് ഇൻകാണ്. കമ്പനിയുടെ ടേൺ ഓവർന്ന് ഒരു ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണത്. ഇവിടെ കമ്പനിക്ക് എത്ര രൂപയാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്? 1000 രൂപ. 1000 രൂപ റെഫറൽ ഇൻകം, ലെവൽ ഇൻകം കഴിച്ച് നമ്മൾ ഒരു ഓട്ടോപൂൾ ഇൻകം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് 3 പൂൾ അവൈലബിൾ ആണ്. ഈ 3 പൂളിൽ നിന്നും 24,000 രൂപയും പ്ലസ് ഒരു ഓട്ടോപൂൾ പോപ്പുലർ വേർഷന്റെ ഒരു ഫാമിലി പാക്ക് ആക്ടിവേഷനും നമുക്ക് കിട്ടും. അത് ഏതാണ്ട് ഒരു 38,000 രൂപയുടെ ബെനിഫിറ്റുകൾ നമുക്ക് അതിന് കിട്ടും. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ സേവ് പ്രോ യൂസ് ചെയ്യുന്ന കാരണം നമുക്കറിയാം, ഇത് നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവൈൽ ചെയ്തു, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത പല ആൾക്കാരും ഒരുപക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്കും വരുമാനം കിട്ടുന്ന ഒരു ഇൻകം സ്ട്രാറ്റജിയാണത്.
ഇതൊരു സിംഗിൾ ലൈനിലേക്ക് ഗ്ലോബൽ ഓട്ടോബോൾ സിസ്റ്റമാണ്. സിംഗിൾ ലൈനിലേക്ക് പ്ലേസ് ചെയ്യും ഓരോ പർച്ചേസും. ഈ ഫസ്റ്റ് പർച്ചേസിന് ഫസ്റ്റ് ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യും. ഫസ്റ്റ് ക്യൂവില് 4 പേര് വരുമ്പോ അതിൽ സ്പോൺസർക്ക് 500 രൂപയും റീസെല്ലർക്ക് 1000 രൂപയും കിട്ടും. അത് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് 1000 രൂപയും അതിന്റെ സ്പോൺസർക്ക് 500 രൂപയും. ഇതിന് ഒരു സ്പോൺസർ ഫ്രണ്ട്ലി ഇൻകം എന്ന് പറയാം. കാരണം നമുക്ക് ഈ പൂളിംഗ് കിട്ടുമ്പോൾ തന്നെ സ്പോൺസർക്കും അതിന്റെ 50% കിട്ടും. അപ്പൊ നമ്മളൊരു 10 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 10 പേരിൽ നിന്നും 50% നമുക്ക് അവൈൽ ചെയ്യാം. അവരൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴൊക്കെ അവർക്ക് പൂളിംഗ് കിട്ടുന്നു അപ്പോഴൊക്കെ നമുക്ക് അതിന്റെ 50% കിട്ടും. ഇതൊരു അൺലിമിറ്റഡ് ഇൻകത്തിലേക്ക് നമുക്ക് പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ ഫസ്റ്റ് പൂളിൽ നിന്ന് 1000 രൂപയും സ്പോൺസർക്ക് 500 രൂപയും, സെക്കൻഡ് പൂളിൽ നിന്ന് 3000 രൂപയും, അതുപോലെ തന്നെ സ്പോൺസർക്ക് 1500 രൂപയും കിട്ടും. തേർഡ് പൂളിൽ നിന്ന് നമുക്ക് ഒരു 20,000 രൂപയും ഒരു ഫാമിലി പാക്ക് ആക്ടിവേഷനും. സ്പോൺസറെ സംബന്ധിച്ച് അവർക്ക് 10,000 രൂപയും അതിന്റെ റെഫർ ലിങ്കും ലെവൽ ലിങ്കും ബൈനറിയും എല്ലാം കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു 1000 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫാമിലി പാക്കും അങ്ങനെ വലിയൊരു ഇൻകത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇതിലെ രണ്ടാമത്തെ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഇലൂസ്ട്രേഷൻ നോക്കിയാൽ കാണാം. നമുക്ക് സേവ് എ പ്രോന്റെ ഇലൂസ്ട്രേഷൻ. നമ്മളൊരു റെഫറൽ ഒരു സ്പോൺസർ ചെയ്തു, ഒരു വ്യക്തിയെ സ്പോൺസർ ചെയ്തു, നമുക്ക് അപ്പൊ തന്നെ നമുക്ക് 100 രൂപ റെഫറൽ ഇൻകം കിട്ടി. അവർക്ക് പൂളിംഗം 1000 രൂപ കിട്ടുമ്പോൾ നമുക്ക് പൂളിംഗം 500 രൂപ കിട്ടും. അവർക്ക് പൂളിംഗം 3000 രൂപ കിട്ടുമ്പോൾ നമുക്ക് 1500 രൂപ കിട്ടും. അവർക്ക് പൂളിംഗം 20,000 പ്ലസ് ഒരു ഫാമിലി പാക്ക് ആക്ടിവേഷനും കിട്ടും. നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് 10,000 രൂപയും അതിന്റെ റെഫറൽ ലിങ്കും ബൈനറി ഇൻകം നമുക്ക് കിട്ടും. ഏതാണ്ട് 2,000 രൂപയുടെ ബെനിഫിറ്റ് അപ്പൊ തന്നെ ഉണ്ട്. 12,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു പൂൾ ഇൻകം സെറ്റപ്പാണിത്. അപ്പൊ ഈ വ്യക്തി എത്ര പൂള് നമുക്ക് പർച്ചേസ് ചെയ്ത് എത്ര പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു ആ പ്രൊഡക്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു സിംഗിൾ ലൈൻ ക്യൂ ആണ് വരുന്നത്. അപ്പൊ കമ്പനിയുടെ ഗ്രോത്ത് അനുസരിച്ച് അതിന്റെ ഫാസ്റ്റ്നെസ് കൂടും. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് സേവ് എ പ്രോന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ വേറൊരു രജിസ്ട്രേഷൻ നോക്കിയാൽ കാണാം. നമ്മളൊരു 10 പ്രോ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 10 പ്രോഡക്റ്റ് നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കാര് 10 പ്രോ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അവർക്കും കിട്ടുന്ന ഇൻകം എന്താണ്? 2 പേർക്ക് ഇൻകം കിട്ടുകയാണ്. അതില് വാങ്ങിക്കുന്ന ആൾക്കാർ റീസെല്ലറാണ് അവര്. ആ റീസെല്ലർക്കും കിട്ടുകയാണ്, സ്പോൺസർ ആയ നമുക്കും കിട്ടുകയാണ്. ഒരു 10 പ്രോ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ 10 ഇരട്ടി വരുമാനമായി. റെഫറൽ ബോണസ് 1000 രൂപയായി. അതുപോലെ തന്നെ അവർക്ക് 10,000 രൂപ കിട്ടും. ഫസ്റ്റ് പൂളില് നമുക്ക് 5,000 രൂപ കിട്ടും. അവർക്ക് സെക്കൻഡ് പൂളിൽ 30,000 രൂപ കിട്ടും. നമുക്ക് 15,000 രൂപ കിട്ടും. അവർക്ക് തേർഡ് പൂളില് 20,000 രൂപ വെച്ചിട്ട് 2 ലക്ഷം രൂപ കിട്ടും. നമുക്ക് 10,000 വെച്ചിട്ട് 10 പൂളിൽ നിന്ന് നമുക്ക് 1 ലക്ഷം രൂപ കിട്ടും. പ്ലസ് അതിന്റെ ആക്ടിവേഷൻ ബെനിഫിറ്റുകൾ വേറെ. അപ്പൊ ഇത് ഒരു റീസെല്ലർ മോഡലാണ്. ഇത് ID ആക്ടിവേഷൻ ഇല്ല. നമ്മളൊരു ID ഇത് വാങ്ങിക്കുന്നു, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്ത് അതിന് നമ്മൾ ID എന്ന് പറയുന്നു. ആ IDയിൽ നമ്മൾ എത്ര പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ചെയ്ത് റീസെല് ചെയ്യാം. അതൊരു റീസെല്ലർ മോഡലായി. ID നമുക്ക് ആക്റ്റീവ് ID അല്ല, അത് ഫ്രീ ID ആണ്. നമുക്കത് ID ആക്ടിവേഷൻ ആണ് നമുക്ക് ഈ ആക്ടിവേഷൻ ഇൻകം എന്ന് പറയുന്നത്. ഈ ID ആക്ടിവേഷൻ എന്നുള്ളത് നമ്മളൊരു പോപ്പുലർ വാങ്ങിക്കുമ്പോഴാണ്. നമുക്ക് ID ആക്ടിവേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോപ്പുലർ വേർഷനും കിട്ടും. ഒരു ഫുള്ളി പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. സേവ് എ പ്രോ ഒരു എക്സ്പെൻസ് ട്രാക്കറാണ്. നമ്മുടെ എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഇൻകം മാനേജ് ചെയ്യാനുള്ള ഒരു ബേസ് വേർഷനാണ്. ആ ബേസ് വേർഷൻ ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാം. നമ്മളൊരു ആക്റ്റീവ് യൂസറായി മാറുമ്പോൾ നമ്മളൊരു പ്രോ യൂസർ പ്രോ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാം. അതൊരു ഫുള്ളി പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തില് ഏറ്റവും അനിവാര്യമായിട്ടൊരു ആപ്ലിക്കേഷൻ. നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യാനും നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നമ്മുടെ അസറ്റുകൾ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ലയബിലിറ്റി കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. 15ഓളം ഫീച്ചേഴ്സ് അതിലുണ്ട്. ക്ലോസ്ലി ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻ ആണ്.
അതിൽ നിന്ന് നമുക്ക് റീചാർജ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ആക്കി അതിന് മാറ്റാം. നമ്മൾ ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും അതൊന്ന് റീചാർജ് ചെയ്യും. അപ്പോഴൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് സേവ് ആപ്പ് പോപ്പുലർ എന്നുള്ള വെർഷൻ. നമ്മൾ ഈ സേവ് ആപ്പ് പോപ്പുലർ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ, നമ്മുടെ ഡൗണിലുള്ള ആൾക്കാരെ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാവും. അതിന്റെ ആക്ടിവേഷൻ കോസ്റ്റ് എന്നുള്ളത് 4719 ആണ്. GST അടക്കം 4000 പ്ലസ് GST ആണ് വരുന്നത്. നമ്മൾ അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെഫറൽ ഇൻകം, ലെവൽ ഇൻകം, ബൈനറി, റാങ്ക്സ് ആൻഡ് ഇൻസെന്റീവ്, അതുപോലെ തന്നെ ഒരു ഫർദർ ഒരു ഫാമിലി പാക്ക് ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ലോട്ടോ പൂളിംഗ് ബോണസ്, ഇങ്ങനെ 5 തരത്തിലുള്ള ഇൻകം നമുക്ക് കിട്ടും. അപ്പൊ നമ്മളൊരു പ്രോ യൂസറായി വന്നു, ഒരു റീസെല്ലറായി, അതിനുശേഷം നമ്മൾ ID ആക്ടിവേഷൻ ചെയ്യുന്നു. ID ആക്ടിവേഷൻ ചെയ്ത് നമ്മളൊരു പോപ്പുലർ വേർഷന്റെ യൂസറായി മാറുന്നു. അപ്പൊ നമുക്ക് അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ പല ആൾക്കാരും അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം. ഇവിടെ നമുക്ക് റെഫറൽ ഇൻകം എന്ന് പറയുന്നത് 800 രൂപ റെഫറൽ ഇൻകം ഉണ്ട്. സാധാരണ എല്ലാ ബിസിനസ്സിലും റെഫറൽ ഇൻകം എന്നുള്ളത് വൺ ടൈം ആണ്. പക്ഷെ നമ്മുടെ സേവ് ആപ്പിൽ എന്ന് പറയുമ്പോൾ റെഫറൽ ഇൻകം, റെഫറൽ ബോണസും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതാണ്. റെഫറൽ ഇൻകം 800 രൂപ കിട്ടും. റെഫറൽ ബോണസ് നമുക്ക് 20% വരെ നമ്മുടെ സേവ് കാർട്ടിലുള്ള എല്ലാ പ്രോഡക്റ്റിൽ നിന്ന് 20% വരെ കിട്ടും. അതുപോലെ തന്നെ സേവ് ആപ്പ് പോപ്പുലറിന്റെയും പ്രോന്റെയും നമുക്ക് റെഫറൽ ബോണസ് കിട്ടും. അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മൾ എന്തെല്ലാം പ്രൊഡക്റ്റുകളും സർവീസുകളും വാങ്ങിക്കുന്നു, നമ്മുടെ ഈ 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുന്നു, അപ്പോഴൊക്കെ നമുക്ക് റെഫറൽ ബോണസ് കിട്ടും. ഇതാണ് റെഫറൽ ഇൻകത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എത്ര വേണമെങ്കിൽ റെഫർ ചെയ്യാം, എവിടെ വേണമെങ്കിൽ റെഫർ ചെയ്യാം. ആ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം വരുമാനങ്ങൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. ഇതിന്റെ സെക്കൻഡ് ഇൻകം ആണ് ലെവൽ ഇൻകം. നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികള് അവര് റെഫർ ചെയ്യും, അവര് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലെവലിൽ നിന്ന് 50 രൂപ, സെക്കൻഡ് ലെവലിൽ നിന്ന് 10 രൂപ, തേർഡ് ലെവലിൽ നിന്ന് 20 രൂപ, പിന്നെ ഫോർത്ത് ലെവലിൽ നിന്ന് 30 രൂപ, ഇങ്ങനെ ഫർദർ ആയിട്ടും 10, 20, 30 സ്ലാബുകളായിട്ട് 13 ലെവലിൽ നിന്ന് നമുക്ക് ഒരു അൺലിമിറ്റഡ് ഇൻകം കിട്ടും. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഇൻകം, ആക്ടിവേഷൻ ഇൻകം. അപ്പൊ ഇത് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ഫിഗർ കാണുന്നുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു ഇലൂസ്ട്രേഷൻ ആണ്. നമ്മളൊരു 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ 4 പേർക്ക് കൊടുത്തു, ആ 4 പേര് ആക്ടിവേഷൻ ചെയ്തു, അവര് 4 പേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ, കാരണം അതിന് കേപ്പബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുമാണ്, അതിന് കേപ്പബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്, വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ട്, എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാനും പറ്റും. അങ്ങനെ നമുക്ക് ഒരു 4ന്റെ ഡ്യൂപ്ലിക്കേഷൻ പോകുമ്പോൾ നമുക്ക് ഈ 13 ലെവലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫിഗറാണിത്. ഏതാണ്ട് 240 കോടി രൂപയിലേക്ക് നമുക്ക് ലെവൽ ഇൻകത്തിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഇവിടെ നമുക്കൊരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ഇന്ന ലെവൽ ഇപ്പൊ കവർ ചെയ്യണം, അപ്പൊ കവർ ചെയ്യണം, അങ്ങനെയുള്ള ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണ്. നമ്മൾ തീരുമാനിക്കുക നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് കൊണ്ടുപോകണം എന്നുള്ളത്. നമ്മൾ 4 പേർക്ക് 10 പേർക്ക് കൊടുത്ത് അത് അവര് ക്രിയേറ്റ് ചെയ്യുന്ന ടൈം അനുസരിച്ച് നമുക്കിത് എല്ലാ കാലത്തും വരുമാനം ഉണ്ടാകും. ഇതാണ് ലെവൽ ഇൻകത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഈ ആക്ടിവേഷൻ നടക്കും, എല്ലാ കാലത്തും നമുക്ക് വരുമാനം ഉണ്ടാവും. ഇതൊരു റിയൽ പാസീവ് ഇൻകം ആയിട്ട് മാറും. ഓക്കെ, ഇതിന്റെ മൂന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് ബൈനറി ആണ്. കാരണം ഇതൊരു ഹൈബ്രിഡ് പ്ലാൻ ആണ്. ഇത് റെഫറൽ ഇൻകം ഉണ്ട്, ലെവൽ ഇൻകം ഉണ്ട്, ബൈനറി ഉണ്ട്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഇൻസെന്റീവ്സുകളും ബോണസുകളും ഒക്കെ ഉണ്ട്. ഈ ബൈനറിയിൽ നമ്മൾ 2 ടീമിനെ ബിൽഡ് ചെയ്യാം. ആ 2 ടീമിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് എത്ര വരുമാനം നേടിയെടുക്കാം, അത് ഡെയിലി ഇൻകം ആയിട്ട് നമുക്ക് കിട്ടും. ഈ ബൈനറിയിൽ നമുക്ക് 400 രൂപ ബൈനറി ഉണ്ട്. 400 മുതൽ 600 രൂപ വരെ നമുക്ക് ബൈനറി ഉണ്ട് പെർ മാച്ചിങ്ങിന്. ഇവിടെ 1 to 1 ആണ് വരുന്നത്. നമ്മുടെ 2 ടീമിലും സപ്പോസ് ടീം റൈറ്റും ലെഫ്റ്റും ആണെന്നുണ്ടെങ്കിൽ
രണ്ട് ടീമിലും നടക്കുന്ന ഓരോ ബിസിനസ് അനുസരിച്ച് നമുക്ക് 400 രൂപ മുതൽ 600 രൂപ വരെ നേടിയെടുക്കാം. ഇതിന്റെ ഡെയിലി ഫീലിംഗ് എന്ന് പറയുന്നത് 10,000 രൂപ മുതൽ 15,000 രൂപയാണ്. ബേസ് ബൈനറി 400 ആണ്. ഗ്രാജുവലി നമുക്ക് അത് 600 ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. ഇതാണ് ഇപ്പൊ ഡെയിലി 10,000 രൂപ. നമ്മളൊരു ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4,719 രൂപയ്ക്ക് നമ്മളൊരു ഐ ഡി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൈനറി ഇൻകം നമുക്ക് ഡെയിലി കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ അതിന് നടക്കുന്ന ആക്ടിവേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻകം. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെയിലി 10,000 രൂപയും മാസം നമുക്ക് ഒരു 3 ലക്ഷം 4 ലക്ഷം ഒക്കെ നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. ഇതെല്ലാം ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ കസ്റ്റമേഴ്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, ഇത് റെഫർ ചെയ്യണം, റെഫർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. ഓക്കെ. നാലാമത്തെ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഇൻസെന്റീവ്സ് ആണ്, റാങ്കുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ റെഫറൽ ഇൻകം കിട്ടി, ലെവൽ ഇൻകം കിട്ടി, ബൈനറി കിട്ടി. ഇനി നാലാമത്തെ ഇൻകം നമ്മുടെ റാങ്കുകളാണ്. കമ്പനി ഒരു 14 റാങ്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബൈനറി മാച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. നമുക്ക് 4 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ 4 പേര് മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്യും. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള റാങ്ക് അച്ചീവ് ചെയ്യും. നമുക്ക് 1 ടൈം ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് 500 രൂപ ഇൻസെന്റീവ് കിട്ടും. നമ്മൾ ബിസിനസ് വീണ്ടും മുന്നോട്ട് പോയി. നമ്മൾ എപ്പോ 16 ബൈനറി മാച്ച് ചെയ്യുന്നു, ഇത് ക്യുമുലേറ്റഡ് ആണ്. 4 ഓൾറെഡി മാച്ച് ചെയ്തു, ഇനി 8 കൂടി മാച്ച് ചെയ്താൽ മതി. അപ്പൊ 12 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത റാങ്കായി സീനിയർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആയി. നമുക്ക് 1000 രൂപയുടെ ഇൻസെന്റീവ് അഗൈൻ കിട്ടി. 30 ബൈനറി മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് ഓഫീസറായി അഗൈൻ 2000 രൂപ. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് 14 റാങ്ക് കവർ ചെയ്യാം. 14 റാങ്കിൽ പ്രസിഡന്റ് റാങ്കിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു 10 കോടി രൂപയുടെ ഇൻസെന്റീവ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളൊരു പ്രീമിയം മെമ്പർ ആവണം. പ്രീമിയം മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവണം? ഒരു CCM മെമ്പർ ആവണം. ആ CCM എന്താണുള്ളത് അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. നമ്മളൊരു പ്രീമിയം മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു CCM മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വോളിയം പകുതി അച്ചീവ് ചെയ്താൽ മതി. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. പകുതി വോളിയം 4 എന്നുള്ളത് 2 അച്ചീവ് ചെയ്താൽ മതി, 12 എന്നുള്ളത് 6 അച്ചീവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പകുതി ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും നമുക്ക് ഈ 10 കോടിയിലേക്ക് എത്താൻ പറ്റും. അതിന് നമ്മളൊരു CCM മെമ്പർ ആയാൽ മതി. ഇങ്ങനെ നമുക്ക് 4 ഇൻകം നമുക്കുണ്ട്: റെഫറൽ ഇൻകം, ലെവൽ ഇൻകം, ബൈനറി ആൻഡ് ഇൻസെന്റീവ്സ്. ഇതിൽ അഞ്ചാമത്തെ ഇൻകം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലി യൂസർ ആവുക. ഫാമിലി യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3 അപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കാം. നമ്മൾ എന്തിനാ 3 അപ്ലിക്കേഷൻ വാങ്ങിക്കുന്നത്? കാരണം നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ളവർക്ക് വേണം. കാരണം ഇതൊരു പേഴ്സണൽ മാനേജ്മെന്റ് അപ്ലിക്കേഷനാണ്. നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും യൂസ് ചെയ്യണം. കമ്പനി ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ, മൊബൈൽ യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ ആപ്ലിക്കേഷന്റെ യൂസറായിട്ട് മാറണം. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഈ 3 അപ്ലിക്കേഷൻ വാങ്ങിച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ ബെനിഫിറ്റ്? നമുക്കൊരു ഓട്ടോ പൂൾ ഇൻകം നമുക്ക് കിട്ടും. ഒരു ഫാമിലി യൂസർ ആയി കഴിഞ്ഞാൽ അടുത്തൊരു ഗ്ലോബൽ ഓട്ടോ പൂൾ സിസ്റ്റം ഉണ്ട്. ഇതിന് 3 പൂളിൽ നിന്നായിട്ട് 3,12,000 രൂപ നമുക്ക് എലിജിബിൾ ആണ്. ഫസ്റ്റ് പൂളിൽ നിന്ന് 12,000, സെക്കൻഡ് പൂളിൽ നിന്ന് 60,000, മൂന്നാമത്തെ പൂളിൽ നിന്ന് 2,40,000. അപ്പൊ അതിനൊരു സിസ്റ്റം ഉണ്ട്. ഫാമിലി പാക്ക് ആക്ടിവേഷൻ ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഒരു സിംഗിൾ ലൈനിലേക്ക് കൊണ്ടുവരും. ആ സിംഗിൾ ലൈനിൽ നിന്ന് ഒരു പുതിയ 8 പേര് വരുമ്പോൾ അതിന്റെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് 12,000 രൂപ കിട്ടും. അവരടുത്ത ക്യൂയിലേക്ക് പോകും. അതിൽ 16 പേര് വരുമ്പോ നമുക്ക് ആ ഒരു വ്യക്തിക്ക് 60,000 രൂപ കിട്ടും. അവരടുത്ത ക്യൂല് വരും. ഇങ്ങനെ നമുക്ക് 3 ക്യൂല് ഇവിടെ ഡെവലപ്പ് ചെയ്യും. അതിൽ നിന്ന് 12,000, 60,000, 2,20,000, 2,40,000, 3,12,000 കിട്ടുന്ന ഒരു ഇൻകമാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഫാമിലി യൂസർ ആവുക. ഫാമിലി യൂസർ ആവണമെന്നുണ്ടെങ്കിൽ 3 പ്രൊഡക്റ്റ് നമ്മൾ സേവ് ആപ്പിന്റെ ആക്ടിവേഷൻ ചെയ്യാം.
ഒരു ട്രൈപോഡ് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഈ ട്രൈപോഡ് എന്ന് പറയുന്നത് 3 ബിസിനസ് ഐഡിയ ആണ്. നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഈ 3 ബിസിനസ് ഐഡിയയിലും നമുക്ക് പവർ ഉണ്ടാവും, ഇൻകം ഉണ്ടാവും. ഇതാണ് ഫാമിലി പാക്ക് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി നമുക്ക് ആക്ടിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ആക്ടിവേഷന്റെ ഇൻകം എത്രയുണ്ട്, റഫറൽ ഇൻകം, ലെവൽ ഇൻകം, ബൈനറി, ഇൻസെന്റീവ് ഉണ്ട്. നമ്മളൊരു ഫാമിലി യൂസർ ആവണമെങ്കിൽ ഒരു ട്രൈപോഡ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഫാമിലി യൂസറായി 3 ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലോബൽ ഓട്ടോ പൂൾ ഇൻകം കൂടി നമുക്ക് കിട്ടുകയാണ്. ഇങ്ങനെ വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു ഇൻകം പ്ലാൻ ആണിത്. ആപ്ലിക്കേഷനും ഇൻകം പ്ലാനുമാണ്. ഇതിന്റെ ഒപ്പം തന്നെ കമ്പനി 2 പ്ലാറ്റ്ഫോം കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പാസീവ് ഇൻകം കിട്ടാൻ വേണ്ടി. അതിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ റീചാർജ്, മൊബൈലും റീചാർജ് റീചാർജ് ചെയ്യാം. ഇനി ഭാവിയിൽ വരുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി പേയ്മെന്റുകളും എല്ലാ പേയ്മെന്റ് സിസ്റ്റം ഇതിൽ വരും. ഇതെല്ലാം നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ സേവനത്തിൽ ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റി അടയ്ക്കുക, വാട്ടർ ബില്ല് അടയ്ക്കുക, ഇൻഷുറൻസ് അടയ്ക്കുക, അതുപോലെ റീചാർജ് ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ സേവ് അപ്പ് ചെയ്യാം. അതൊരു സർവീസ് ആപ്ലിക്കേഷൻ ആക്കി മാറ്റുകയാണ്. അങ്ങനെ സർവീസ് നമ്മൾ അവൈൽ ചെയ്യുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന മാർജിൻ എന്താണോ അത് ഷെയർ ചെയ്യാം. അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് എല്ലാ കാലത്തും വരുമാനം കിട്ടും. ഇതാണ് ഒരു പ്രോജക്റ്റ്. രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു സേഫ് കാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്. ഒരു ഇ കൊമേഴ്സ് ആപ്പാണ്. ഇതിലുള്ള പ്രൊഡക്റ്റുകൾ, പല വിധത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട് അതിൽ. അതിൽ നെറ്റ്സ് ഉണ്ട്, ബെഡ്ഷീറ്റുകളുണ്ട്, സാരികളുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള പല പ്രൊഡക്റ്റുകളും അതിലുണ്ട്. നമ്മൾ അത് പർച്ചേസ് ചെയ്യാം. അത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ, കമ്പനി ഒരു പ്രൊഡക്റ്റ് നമ്മൾ സേവ് ആപ്പ് എന്നുള്ളത്, സേവ് കാർട്ട് എന്നുള്ളത് കമ്പനിയുടെ ഇ കൊമേഴ്സ് ആണ്. ആ ഇ കൊമേഴ്സിൽ വിൽക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും കമ്പനിക്ക് ഒരു മാർജിൻ ഉണ്ട്. ആ മാർജിൻ ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് മാർജിൻ ഷെയർ ചെയ്യുന്നില്ല. നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കൊടുക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. ഇവിടെ കമ്പനിക്ക് എന്തെങ്കിലും മാർജിൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ മാർജിൻ ഷെയർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് 2 തരത്തിലാണ് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് റെഫറൽ ബോണസ് കിട്ടും. നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ പ്രൊഡക്റ്റ് എപ്പോഴൊക്കെ നമ്മുടെ സേഫ് കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് ആ മാർജിന്റെ 20% നമുക്ക് അവൈൽ ചെയ്യാം. കമ്പനിക്ക് കിട്ടുന്ന മാർജിന്റെ 20%. സപ്പോസ് നമുക്ക് അതിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, അതിൽ അച്ചാറുണ്ട്. അച്ചാർ 400 രൂപയാണ് വില. സപ്പോസ് കമ്പനിക്ക് അതിൽ 100 രൂപ ലാഭം ഉണ്ടെന്ന് വിചാരിക്കാം. ആ 100 രൂപയിൽ നിന്ന് 20 രൂപ നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. ബാക്കി നമുക്ക് 3% വരെ റെഫറലിംഗ് വരെ ലെവലിംഗ് ആയിട്ട് കിട്ടും. അതും 20 ലെവലിൽ നിന്ന്. അപ്പൊ നമുക്കൊരു കമ്പാരിസൺ നോക്കാം. നമുക്കിത് എങ്ങനെ ലെവലിംഗ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യും. അഡീഷണൽ ആയിട്ട് നമ്മൾ സേവ് ആപ്പിന്റെ സെയിൽസിന് പുറമെ അഡീഷണൽ ആയിട്ട് 2 പ്ലാറ്റ്ഫോമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റീചാർജ് ചെയ്യാനും അങ്ങനെയുള്ള സർവീസുകളാണ്. 2 നമുക്ക് സേവ് കാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഈ 2ൽ നിന്നും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഫിഗർ, ഒരു ഇലൂസ്ട്രേഷൻ ആണ്. നമ്മൾ 2ന്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ 20 ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കസ്റ്റമർ ബേസ് എത്രയാണ്, ആ ബേസിൽ നിന്ന് നമുക്ക് പീരിയോഡിക്കലി കിട്ടാവുന്ന ഇൻകം എത്രയാണ് നോക്കാം. ഫസ്റ്റ് പ്രോജക്റ്റിന് തന്നെ നമുക്ക് മന്ത്ലി, സപ്പോസ് റീചാർജും മറ്റു കാര്യങ്ങളും എല്ലാ മാസവും ചെയ്യുന്നതാണ്. അപ്പൊ ഏതാണ്ട് ഒരു 4,40,000 രൂപ നമുക്ക് റീചാർജിന്റെ റവന്യൂ തന്നെ മന്ത്ലി നമുക്ക് നേടിയെടുക്കാം. അതിന്റെ ഒപ്പം സേവ് കാർട്ടിൽ നിന്ന് കിട്ടുന്നതിന് ലിമിറ്റ് ഇല്ല. പക്ഷെ നമ്മൾ ഒരു മിനിമം ഒരു പർച്ചേസ് ചെയ്താൽ പോലും, നമ്മുടെ ഡൗൺ ലൈനിലുള്ള ആൾക്കാർ മിനിമം ഒരു പർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നത് 62 ലക്ഷം രൂപയോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതൊരു പാസീവ് ഇൻകം ആണ്. കാരണം സേവ് കാർട്ടിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ, പല ആപ്ലിക്കേഷൻ നമ്മുടെ ലൈഫിൽ വാങ്ങിക്കും. ഇന്ന് നെറ്റ്സ് വാങ്ങിച്ച ആൾക്കാർ നാളെ വാങ്ങിക്കും, അവർ വേറെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കും. അപ്പൊ ഒക്കെ നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ നമുക്ക് വെറും ഒരു 1000 രൂപയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഈ വരുമാനങ്ങളൊക്കെ, ഈ പറഞ്ഞ വരുമാനങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാം. ഇതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ കസ്റ്റമേഴ്സിന് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഇൻകം പൊട്ടൻഷ്യൽ. ഇനി നേരത്തെ പറഞ്ഞു നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലബ് ബോണസുകൾ ഉണ്ട്, CCM ബോണസ് ഉണ്ട്.
ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് CCM ബോണസ്, നമുക്ക് എങ്ങനെ ഒരു CCM മെമ്പർ ആവാം. CCM മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപകാരങ്ങൾ എന്താണ്? ഒന്ന് നേരത്തെ പറഞ്ഞു, നമുക്ക് ആ ഇൻസെന്റീവുകൾ, നമുക്ക് പകുതി വോളിയത്തിൽ ഇൻസെന്റീവുകൾ അച്ചീവ് ചെയ്യാം. CCM മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഇൻകത്തിന്റെ, നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ 5% നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടും. മന്ത്ലി ഇൻകം ആയിട്ട് കിട്ടും. സപ്പോസ് നമ്മളൊരു റഫറൽ ഇൻകം, ലെവൽ ഇൻകം, ബൈനറി ഒക്കെ ആയിട്ട് നമുക്ക് ഒരു 1,00,000 രൂപ നമ്മൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ മാസം നമുക്ക് അതിന്റെ 5% CCM ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ വരുമാനത്തിന്റെ 5%. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഈ 2 പ്ലാറ്റ്ഫോമിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വന്ന 2 പ്ലാറ്റ്ഫോമിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% നമ്മളായിട്ടുള്ള എല്ലാ CCM മെമ്പേഴ്സിന് തിരിച്ചു കൊടുക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള ഇൻകം കിട്ടും. ഇതിന് പുറമെയാണ് നമ്മൾ CCM മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രീമിയം മെമ്പറായി. ആ പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റുകൾ, നമുക്ക് റാങ്കുകൾ ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മള് ആ സ്ലൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ CCM മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ റാങ്കുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാം. പകുതി വോളിയം മതി, 4-ന് പകരം 2 അച്ചീവ് ചെയ്താൽ മതി. 12-ന് പകരം 6 അച്ചീവ് ചെയ്താൽ മതി. 30-ന് പകരം 15 അച്ചീവ് ചെയ്താൽ മതി. നമുക്ക് ഇൻസെന്റീവുകൾ കിട്ടും. അപ്പൊ ഈ 10 കോടി എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി കൂടി നമുക്ക് സഞ്ചരിച്ചാൽ മതി. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു CCM മെമ്പർ ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ CCM മെമ്പർ ആയി കഴിഞ്ഞാൽ വേറൊരു ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്കൊരു വെണ്ടർ ആവാം. നമ്മുടെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനിൽ, ഇ-കൊമേഴ്സിൽ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും അതിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും അത് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെണ്ടർ മാർജിൻ കിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മൾ വളരെ ക്ലോസ്ലി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്, ഒരു ഇൻകം പ്ലാൻ ആണ്. വെറും 1,000 രൂപയിൽ നിന്ന് തുടങ്ങി നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ ഇവിടെ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യുമ്പോൾ നോക്കൂ, കമ്പനി എന്ന് പറയുന്നത് 28 വർഷമായിട്ടുള്ള കമ്പനിയാണ്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്, ആ പ്രൊഡക്റ്റിന്റെ എയിം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മുന്നിൽ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഇതനുസരിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു പ്രോഗ്രാം. കാരണം ഈ പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിലവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും വേണം, എല്ലാ വ്യക്തികൾക്കും വേണം. മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മുടെ ആപ്ലിക്കേഷൻ ആൾക്കാർക്ക് യൂസ് ചെയ്യണം. മൊബൈൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അതെല്ലാം ഫർദർ എന്ത് ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിലും ഈ ടെക്നോളജി, ഈ പ്രൊഡക്റ്റും അവിടെ റിലവന്റ് ആണ്. നമ്മുടെ 2 പ്ലാറ്റ്ഫോമുകൾ റീചാർജ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അതൊക്കെ നമുക്ക് വരുമാനം നേടിയെടുക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും. ഇപ്പൊ നമ്മള് ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ റീചാർജ് ചെയ്യുന്നുണ്ട്, നമുക്ക് 1 രൂപ വരുമാനം ഇല്ല. അതിന് പുറമെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. 2 രൂപയും 3 രൂപയും ഒക്കെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണ്ട. നമുക്കുള്ള വരുമാനം തന്നെ നമുക്ക് ഷെയർ ചെയ്യും. അപ്പൊ അതിന് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. മൂന്നാമത്തെ ഇ-കൊമേഴ്സ് എന്നൊരു ആപ്പാണ്. നമ്മൾ പല പ്രൊഡക്റ്റുകളും അതിൽ വരും. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള പല പ്രൊഡക്റ്റുകളും നമുക്കും അതിലൊരു വെണ്ടർ ആവാം. നമുക്കും ഈ ബെനിഫിറ്റുകളൊക്കെ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റയർ കമ്മ്യൂണിറ്റി നമ്മുടെ പ്രൊഡക്റ്റ് കാണും, അത് പ്രൊഡക്റ്റ് വാങ്ങിക്കാം. അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന ഒരു മാർജിൻ ഉണ്ട്, ആ മാർജിനും ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. 3 പ്ലാറ്റ്ഫോമുകളും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതെല്ലാവരും ഏറ്റെടുക്കുക, മാക്സിമം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക, വളരെ ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം.
നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന പ്രോഡക്റ്റുകളും പ്രോജക്റ്റും മാർക്കറ്റുമാണ് നമുക്കുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ 1, 2, 3 ആൾക്കാർക്ക് അതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗുഡ് മോർണിംഗ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സർ സേവ് അപ്പ് ഡീലക്സിനെ കുറിച്ച് ഒന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറയാമോ? റഫറൽ ലിങ്ക് എന്താണ്, ഇപ്പൊ ലൈവ് ആയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ? അത് ലൈവാണ്. നമ്മൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിലുണ്ട്. ഓക്കെ, ഞാനത് കണ്ടു. പിന്നെ റഫറൽ ലിങ്കം എത്രയാണ്? റഫറൽ ലിങ്കം എത്രയാണ്? റഫറൽ ലിങ്ക് നമുക്ക് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 11,000 പ്ലസ് GST ആണ് വരുന്നത്. അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോ അതിൽ 11,000 പ്ലസ് GST ആണ് വരുന്നത്. അതിന്റെ റഫറൽ ലിങ്ക് എന്ന് പറയുന്നത് 800 രൂപ തന്നെയാണ്. അതിന് നമുക്ക് ബൈനറി എന്നുള്ളത് നമുക്ക് 3 ബൈനറി കിട്ടും. അപ്പൊ നമുക്ക് സേവ് പ്രോ, ഒരു മിനിറ്റ്, സേവ് പോപ്പുലർ നമുക്ക് 4,000 പ്ലസ് GST ആണ് വരുന്നത്. അതിന് നമുക്ക് കിട്ടുന്ന റഫറൽ ലിങ്കം 800 രൂപയും ഒരു ബൈനറിയാണ് കിട്ടുന്നത്, 400 രൂപ ബൈനറിയാണ് കിട്ടുന്നത്. സേവ് മറ്റേ ഡീലക്സ് എന്നുള്ളത് നമുക്ക് 11,000 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അതിന് നമുക്ക് ഒരു റഫറൽ ലിങ്കം 800 രൂപ റഫറൽ ലിങ്കും നമുക്ക് 3 ബൈനറി കിട്ടും. അത് 1,200 രൂപ ബൈനറി കിട്ടും, ബേസിക് ബൈനറി കിട്ടും. നമ്മളൊരു ക്ലബ് ബോൺസിന്റെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് 1,800 രൂപ വരെ വരും. അപ്പോൾ 1,200 മുതൽ 1,800 രൂപ വരെ നമുക്ക് അതിന് വരുമാനം കിട്ടും. ഇത് 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഫാമിലി യൂസറായി. ആ 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റഫറൽ ലിങ്കും നമുക്ക് ഈ ബൈനറി 9 ബൈനറി മാച്ച് ചെയ്യും. 9 ബൈനറിയുടെ ബെനിഫിറ്റ് കിട്ടും. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ റാങ്കും ഇൻസെന്റീവുകളൊക്കെ അതേമാതിരി തന്നെ ഫാസ്റ്റ് ആയിട്ട് പോകും. അതിന് പുറമെ നമുക്ക് ഗ്ലോബൽ ലോട്ടോ പൂളില് 3 ബർത്ത് കിട്ടും. ഇപ്പൊ നമ്മൾ ഫാമിലി യൂസർ ആകുമ്പോഴാണല്ലോ നമുക്ക് ഗ്ലോബൽ ലോട്ടോ പൂള് നമുക്ക് വർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ 3,12,000 കിട്ടുന്ന ഗ്ലോബൽ ലോട്ടോ പൂള്. ഓക്കെ, ഈ ഗ്ലോബൽ ലോട്ടോ പൂള് ഇതൊരു സിംഗിൾ ലൈൻ ക്യൂ ആണ് വരുന്നത്. ഒരു ഫാമിലി യൂസർ എടുക്കുമ്പോൾ അവർക്ക് ഈ ഗ്ലോബൽ ഓട്ടോ പൂളിൽ ഒരു എൻട്രി കിട്ടുന്നു, ഒരു ബർത്ത് കിട്ടുന്നു. നമ്മളൊരു ഡീലക്സ് വേർഷനാണ് വാങ്ങിക്കണമെങ്കിൽ അവർക്ക് 3 ബർത്ത് കിട്ടും. അത് 3 ഓട്ടോ പൂളിന്റെ ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ ആയില്ലേ സാറേ? യെസ് സർ, താങ്ക് യു. നമസ്കാരം. നമസ്കാരം. നിലവിൽ നമുക്ക് സേവാപ്പ് പോപ്പുലർ എന്നൊരു ഓട്ടോ പൂൾ ഉണ്ട്, 3,12,000. അതെ, നിലവിൽ അത് വർഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ നമ്മൾ ഈ സേവാപ്പ് ഡീലക്സ് എന്ന പ്രോഗ്രാം ഇപ്പൊ വാങ്ങുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഒരു വ്യക്തി വാങ്ങുകയാണെങ്കിൽ ആ ഓട്ടോ പൂള് നിലവിലുള്ള ഓട്ടോ പൂളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുമോ, അല്ലെങ്കിൽ അത് ഫ്രഷ് ഒരു ഓട്ടോ പൂൾ ആയിട്ട് വരുമോ? അതായത് നമ്മുടെ സേവാപ്പ് പ്രോ പോലെ വേറൊരു ഓട്ടോ പൂൾ ആയിട്ട് വരുമോ? പുതിയ ഓട്ടോ പൂൾ ആയിട്ട് വരും. അപ്പൊ ഇന്നിപ്പോ ഒരാൾ ഒരു ഡീലക്സ് എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയായിരിക്കും ഒന്നാമത്തെ ഒരു വ്യക്തി അല്ലേ? അല്ലല്ല, അവര് ഈ സെയിം ക്യൂവിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ നിലവിലുള്ള സേവാപ്പ് തന്നെയാണ് 3 ബർത്ത് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സ്പീഡ് കൂടും. അതിന്റെ സ്പീഡ് കൂടും, നമുക്ക് വരുമാനം കൂടും, അതിന്റെ സ്പീഡ് കൂടും. ഓക്കെ 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 ഓക്കെ. ഹലോ സാർ. ഗുഡ് മോർണിംഗ് സാർ. എന്റെ പേര് വിജയമ്മ. ഞാനൊരു സംശയം ചോദിക്കുകയാണ്. നമ്മൾ ഫാമിലി യൂസറായിട്ട് ചേർന്നിട്ടുള്ളവര് ആണല്ലോ ഇതിൽ ഭൂരിപക്ഷവും. അങ്ങനെ ഒരു ഫാമിലി യൂസർ ആയിട്ടിരിക്കുന്ന ഒരാള് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോ ആ ഫാമിലി യൂസറിന്റെ ഒരു 2 ID നമുക്ക് കിടപ്പുണ്ടല്ലോ.
ആ ഐഡിയയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. ഏത് ഡീലക്സ് പർച്ചേസ് ചെയ്യാനോ? അതെ അതെ. അല്ല, ഡീലക്സ് നമ്മൾ 3 പർച്ചേസ് 3 ഐഡി വേറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. ഓക്കെ സർ. കാരണം നമ്മൾ അത് ആക്ടിവേഷൻ ആണ്. നമ്മളൊരു സേവർ പോപ്പുലർ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു ആക്റ്റീവ് ഐഡി ആയി മാറി. അതെ. ഇനി നമുക്ക് 3 പർച്ചേസ് ചെയ്തുകൊണ്ട് 3 ആക്റ്റീവ് ഐഡി വേറെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. കാരണം ഇത് ഈ സേവർ ഡീലക്സ് എന്നുള്ളത് നമുക്ക് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. നമുക്ക് ഒരു പല വിധത്തിലുള്ള ഇന്റഗ്രേഷനും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഹലോ സാർ. ഹലോ, പറഞ്ഞോളൂ സർ. പ്രീമിയം മെമ്പറിനുള്ള ക്രൈറ്റീരിയ എന്താണ് സാർ? ഇപ്പോൾ പ്രീമിയം മെമ്പർ ആവാൻ നമ്മള് ഒരു CCM മെമ്പർ ആവുക. നമ്മൾ CCM മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ 15 ഫാമിലി യൂസറെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഡയറക്റ്റ് 15 ഫാമിലി യൂസർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വരുമാനമൊക്കെ കിട്ടും. അതിന്റെ റെഫർ ലിങ്കും ലെവലിങ്കും ബൈൻഡും ഒക്കെ കിട്ടും. നമ്മളൊരു പ്രീമിയം മെമ്പർ ആയിട്ട് മാറും ചെയ്യും. പ്രീമിയം മെമ്പർ വൺ ടൈം പ്രീമിയം മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം നമുക്ക് ഈ നമ്മുടെ വോളിയം പകുതി അച്ചീവ് ചെയ്താൽ മതി. ഓക്കെ സാർ. ഓക്കെ, നമസ്കാരം. 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 ഇപ്പോ പറഞ്ഞ പ്രീമിയം മെമ്പർ എന്ന ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളുടെ ഇപ്പൊ പുതിയ അപ്ഡേഷൻ, അതായത് നമ്മുടെ ഈ സേവാപ്പ് ഡീലക്സുമായിട്ട് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വരും? അത് ഒരു ഫാമിലി യൂസർ ഡീലക്സ് ആയിട്ടുണ്ടെങ്കിൽ മറ്റേതാണെങ്കിൽ 3 ആപ്ലിക്കേഷൻ വാങ്ങുമ്പോൾ ഒരു ഫാമിലി യൂസർ ആയിട്ടാണ് കണക്കാക്കുക. അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവും, പക്ഷെ ഒരു ഫാമിലി യൂസർ ആണ് കണക്കാക്കുക. അല്ല, പ്രീമിയം മെമ്പർ ആയണമെങ്കിൽ മറ്റേ ഒരു CCM ആയി 15 പേർ റെഫർ ചെയ്താലാണല്ലോ നിലവിലുള്ള പ്രോയില് മറ്റേ പോപ്പുലറിൽ നമുക്ക് CCM ആകാൻ പറ്റുള്ളൂ. എങ്ങനെ? അതായത് നിലവിൽ നമുക്ക് പ്രീമിയം CCM ആവണമെന്നുണ്ടെങ്കിൽ ഒരു സേവാ പോപ്പുലർ വാങ്ങുക, ഫാമിലി പാക്ക് എടുക്കുക, 15 ഫാമിലി പാക്ക് റെഫർ ചെയ്യുക. അതെ അതെ. അത് പോപ്പുലർ അല്ല, ഡീലക്സ് ആണെങ്കിലും പോപ്പുലർ ആണെങ്കിലും 3 ഫാമിലി പാക്ക് ആയിട്ട് കണക്കാക്കുക. ഒരു ഫാമിലി പാക്ക് ആയിട്ട് കണക്കാക്കുക. ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലി പാക്ക് ആവും. അപ്പൊ നമുക്ക് ഇപ്പൊ CCM ആവാൻ ഒരു വ്യക്തി പോയി നമ്മൾ ഡീലക്സ് എടുത്ത് വരുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഫാമിലി മറ്റേ CCM ആകാനായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു ഫാമിലി പാക്ക് ആയിട്ട് കണക്കാക്കും. 3 ആപ്ലിക്കേഷൻ വാങ്ങിക്കുമ്പോൾ ഒരു ഫാമിലി പാക്ക് ആയിട്ട് കണക്കാക്കും. ഡീലക്സും 15 ഫാമിലി പാക്ക് മാർക്കറ്റ് ചെയ്യണം. അതെ 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 അതെ. അപ്പൊ ബിസിനസിന്റെ വോളിയം അവർക്ക് പ്രൊഡക്റ്റ് പോപ്പുലറും ഡീലക്സും ഒക്കെ മാർക്കറ്റ് ചെയ്യാം. അപ്പൊ ബിസിനസിന്റെ വോളിയം കൂടുതൽ കയറി വരും അല്ലെ? ബിസിനസിന്റെ വോളിയം കൂടുതൽ കയറി വരും. അതിനാണല്ലോ നമ്മളൊക്കെ ബിസിനസ് വരുന്നത്. ഫാമിലി യൂസർ ആവുന്നത് ബിസിനസിന്റെ വോളിയം 3 ഇരട്ടിയാക്കി മാറും. ഒരു CCM മെമ്പർ ആവുമ്പോൾ നമുക്ക് അതിന് 15 ഇരട്ടിയായിട്ട് മാറും. ഓക്കെ ഓക്കെ, താങ്ക് യു. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ടീം ബിൽഡ് ചെയ്യാം. വളരെ ഫാസ്റ്റ്, കാരണം ഇതിനെല്ലാം ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ എന്തിന്റെ CCM മെമ്പർ ആവണം? നമ്മൾ 15 ആപ്ലിക്കേഷൻ 15 ഫാമിലി യൂസറെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അത് 15 ഇരട്ടിയായിട്ട് നമ്മൾ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ 15 ഇരട്ടിയായിട്ട് നമുക്ക് വരുമാനം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ CCM മെമ്പർ ആയാലും പ്രീമിയം മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വരുമാനം കൂട്ടാൻ പറ്റും. ഓക്കെ, ഓക്കെ സാർ, താങ്ക് യു. സാർ നമസ്കാരം. എല്ലാവർക്കും കൃത്യമായിട്ട് പ്രോജക്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഒരാൾ സംശയം ചോദിക്കുന്നുണ്ട്. ചോദിച്ചോളൂ മാഡം. സാറേ, നമ്മള് ഈ 15 മെമ്പേഴ്സിനെ ചേർക്കണമെന്ന് പറയുന്നത് അവർക്ക് പ്രോ കൊടുത്തതിന് ശേഷമല്ലേ അവരെ ചേർക്കാൻ കഴിയൂ?
അല്ല, അത് ആക്റ്റീവ് ഐഡിയ പറയണേ. പ്രോ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വരാൻ പ്രോ പർച്ചേസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പ്രോ പർച്ചേസ് ചെയ്യാം. നമ്മൾ 15 ഫാമിലി യൂസറെ സെയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓ സാർ. ഓക്കെ, ഓക്കെ സാർ. 15 ഫാമിലി യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 90 ഡേയ്സിനുള്ളിൽ നമുക്ക് 15 ഫാമിലി യൂസർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു CCM മെമ്പറായി. സാർ നമ്മളെ മെമ്പർ ആവുന്നതല്ല, അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, നേരത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ലേ സാർ, അപ്പം പിന്നെ പ്രോ പറഞ്ഞല്ലേ പറ്റൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. പ്രോ വാങ്ങിച്ചു വെക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രോന്റെ ഇൻകം കിട്ടും. നമ്മൾ ഒരു ID ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻകം കിട്ടും. ഒരു ഫാമിലി യൂസർ ആയി കഴിഞ്ഞാൽ ഫാമിലി യൂസറിന്റെ ഇൻകം കിട്ടും. ഒരു CCM ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ നമുക്ക് 15 ഫാമിലി യൂസറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല സാർ, ഞാൻ ഈ 15 പേരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരോട് പറയുന്ന കാര്യമാണ് ചോദിച്ചത്, എന്റെ കാര്യമല്ല. അവരോട് പറയുന്നത് അവർക്ക് ഈ ഇൻകം ഒക്കെ കിട്ടും. അവർക്ക് റഫറൽ ലിങ്കും ലെവൽ ലിങ്കും ബൈനറി ഒക്കെ കിട്ടും. ഡയറക്റ്റ് ഈ ഇതെടുക്കുമ്പോൾ കിട്ടും, അവർക്ക് കിട്ടും. ഓ ശരി സാർ. ഓക്കെ, അവർക്ക് നമ്മൾ ഈ പറയുന്ന റഫർ ലിങ്കും ബൈനറി ഇൻസെന്റീവുകൾ റാങ്കുകൾ ഒക്കെ അവർക്ക് എലിജിബിൾ ആണ്. ഈ 15 ഫാമിലി യൂസർക്ക് നമുക്ക് അതിന്റെ ഓട്ടോപൂൾ ഇൻകം കിട്ടും. 3,12,000 രൂപ നമുക്ക് അവർക്ക് കിട്ടും. ഒരു ഫാമിലി യൂസർ എന്ന് പറയുന്നത് 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാം. ഒരു ഫാമിലിക്ക് വേണ്ടി 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ 3,12,000 ഭാവിയിൽ നമുക്ക് കിട്ടും. ഒരു എലിജിബിലിറ്റി ആണ്. അത് ഒരു ക്യൂ സിസ്റ്റം ആണല്ലോ. അപ്പൊ ഈ 15 പേർക്ക് 3,12,000 കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ അവര് വരുന്നത്. അപ്പൊ അങ്ങനെ 15 പേരെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു CCM മെമ്പറായി. CCM മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റാങ്കുകൾ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ റാങ്കുകളും ലെവലിംഗും ബൈനറി എല്ലാം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഓക്കെ സാർ. താങ്ക് യു. അപ്പൊ തീർച്ചയായിട്ടും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മള് ടൈം അല്ലെ 7 മണി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും നല്ലൊരു പ്രോഗ്രാം നമ്മളിലേക്ക് കിട്ടി. ഒരു 2 മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ എക്സ്പീരിയൻസ് ആയ ഒരു കമ്പനിയുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്കാണ് നാം എല്ലാവരും എത്തിയിട്ടുള്ളത്. ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ സിസ്റ്റം നമ്മളിലേക്ക് തന്ന കമ്പനിയുടെ MD രാമചന്ദ്രൻ സാർ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പ്രോഗ്രാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന്റെ മാർക്കറ്റിംഗ് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഓരോ ദിവസവും നമ്മൾ സൂം മീറ്റിംഗിൽ പറയാറുണ്ട്, ഒരുപാട് പ്രോഗ്രാം ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഇതിൽ ഏത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് ഓരോ കസ്റ്റമർക്കും തീരുമാനം എടുക്കാം. ഒരു ഫ്രീ യൂസർ ആയിട്ടോ ആക്റ്റീവ് യൂസർ ആയിട്ടോ ഫാമിലി യൂസർ ആയിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് തീരുമാനം എടുക്കാം. നമുക്ക് ഒന്നുകിൽ ഒരു സേവ പ്രോ മാർക്കറ്റിംഗ് ആയിട്ട് ഏറ്റെടുക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള ഇൻകങ്ങൾ ആക്റ്റീവ് ആയിട്ട് വരുന്ന ആളുകൾക്ക് കിട്ടുന്ന പേഴ്സണൽ സെയിൽസ് കമ്മീഷനും ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവും ടീം ബിൽഡിംഗ് കമ്മീഷനും ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തികച്ചും ഫ്രീ ആയിട്ട് പോലും രജിസ്ട്രേഷൻ ചെയ്യാം. ആ രീതിയിലും പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പണം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ ഈ കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. നമുക്കറിയാം ഡെയിലി 3 നേരം മുടങ്ങാതെ പ്രോഗ്രാം കിട്ടുന്നുണ്ട്. അത് ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ നമുക്ക് പ്രോഗ്രാമുകളുണ്ട്. അത്തരം പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക, നമ്മുടെ കൂടെയുള്ളവരെ പങ്കെടുപ്പിക്കുക. നമുക്ക് ആരോടും പറയാൻ പറ്റുന്ന കമ്പനിയുടെ പ്രൊഫൈലും പ്രൊഡക്റ്റും പ്ലാനും സിസ്റ്റമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്ക് എവിടെയും ചെന്ന് പറയാം. ന്യൂ ജനറേഷൻ പോലും ഏറ്റെടുക്കും. അത് പുതിയ മക്കള്, കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്.
നമ്മൾ പരമാവധി പറയാൻ തയ്യാറാവണം എല്ലാവരോടും. അത് നമ്മൾ ഡെയിലി ക്വാണ്ടിറ്റി കൂട്ടുക. കൂടുതൽ ആളുകളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു 10 പേരോട് പറഞ്ഞാൽ ഒരു 10 പേരും ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ ഒരു IT മേഖല. കാരണം ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ഏറ്റെടുക്കും. കാരണം ഇന്ന് മാർക്കറ്റിൽ ഏതൊരു ജോലി ബിസിനസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളെ നോക്കിയാലും അവർക്ക് തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ്. അപ്പൊ അതിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ഫോളോ അപ്പിലൂടെ നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്ത് അതിലൂടെ ഒരു വരുമാനം വാങ്ങിച്ച് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ ഈ പ്രോഗ്രാം ഏറ്റെടുക്കുക, കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക, നമ്മൾ പഠിച്ച് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഡെയിലി നടക്കുന്ന മീറ്റിങ്ങുകൾ നിർബന്ധമായിട്ടും പങ്കെടുക്കുന്നതോടൊപ്പം നമ്മുടെ കൂടെ ഉള്ളവരെയും പങ്കെടുപ്പിക്കുക. ഇന്ന് കാലത്ത് 11 മണിക്കുള്ള സൂം മീറ്റിംഗിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പ്രോഗ്രാം നമ്മളിലേക്ക് തന്ന MD സാറിനും അതേപോലെ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രോഗ്രാം അല്ലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രോഗ്രാം നമ്മളിലേക്ക് കിട്ടി. എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you. Especially Ramendra sir. Thank you.